എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊമാക്കി ഈ ബൈക്കിൻ്റെ ചാർജറാണ്. ചാർജർ വന്നിരിക്കുന്ന ഒരു കണ്ടീഷനാണിത്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ബോഡിയൊന്നും ഇല്ലാതെ വെറും ബോർഡ് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബോർഡിൻ്റെ കണ്ടീഷൻ വളരെ മോശം ഉള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാര്യം ഇതിൽ ഒരുപാട് പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും, ഈ ഡയോഡിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും, സ്വിച്ചിങ് മോസ്ഫെറ്റിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഡയോഡിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ജമ്പറിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അയച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും പണി നടന്നിട്ടുള്ള ശരിയാവാത്തൊരു സാധനം നമുക്ക് പുതിയത് റീപ്ലേസ് ചെയ്യാമായിരുന്നു. പക്ഷേ എന്നിട്ടും നമുക്ക് അയച്ചിരിക്കുകയാണ്. ഇത് റെഡിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം, ഇത് റെഡിയാക്കാൻ പറ്റുമോ ഇല്ലയെന്ന്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ പണിയെന്ന് പറയുന്നത് ഇത് മുഴുവനും പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് ഈ ബോർഡ് ക്ലീൻ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതിനകത്തുള്ള കമ്പോണൻസും കാര്യങ്ങളും എല്ലാം ഏതെങ്കിലും പോയിട്ടുണ്ടോ, ഡാമേജസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കണം. ആ ഒരു കാര്യം നമുക്ക് ആദ്യമേ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഹീറ്റ് സിങ് അഴിച്ചെടുത്ത് ഈ 4 കമ്പോണൻറ്റുകൾ, 2 ഡയോഡ്, സ്വിച്ചിങ് മോസ്ഫെറ്റ്, റെക്ടിഫയർ ഡയോഡ്, ഇത്രയും കാര്യങ്ങൾ ഹീറ്റ് സിങ് ഉൾപ്പെടെ അഴിച്ച് മാറ്റിയതിന് ശേഷം ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രഷ് സോൾഡറിങ് ഒക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് 1 by 1 ആയിട്ട് ഓരോ കമ്പോണൻറ്റും. ഈ ഒരു വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആദ്യം നമുക്ക് ഹീറ്റ് സിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഡീസോൾഡർ ചെയ്ത് ഇത് ഹീറ്റ് സിങ് ഒന്ന് ഊരിയെടുക്കാം. ഇനി ഈ സോൾഡർ ചെയ്തിരിക്കുന്നതെല്ലാം ഒന്നേന്ന് സോൾഡർ ചെയ്ത് ക്ലീനിങ് ചെയ്ത് പാഡുകളൊക്കെ വൃത്തിയാക്കി ബോർഡും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കമ്പോണൻറ്റ് തിരിച്ചിതിനകത്ത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട്, ഇതിനകത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് മോഡൽ നമ്പറും ഔട്ട്പുട്ട് ഇവിടെ ഉണ്ട്. 71.4 വോൾട്ട് 5 ആംപിയർ ആണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്.
അത് ഞാൻ നേരത്തെ ആദ്യമേ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡ് ക്ലീൻ ചെയ്ത് ഇതിനകത്തുള്ള കമ്പോണൻസ് കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് പോയതൊക്കെ മാറ്റിയിട്ടു, കംപ്ലൈൻറ്റ്സുകളെല്ലാം മാറ്റിയിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ പണിയുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് ഞാനത് ഫുള്ള് റെഡിയാക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ഈ ഒരു ഡയോഡ് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഇരുന്ന ഡയോഡെന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇത് നേരത്തെ പണി ചെയ്ത ആൾ ഇത് മാറ്റിയിട്ടതാണ്. ഇതിൻ്റെ ഈ ഒരു പവർ സപ്ലൈയിൽ ഇതിൻ്റെ ഒറിജിനലിൽ വരുന്ന ഡയോഡ് എന്ന് പറയുന്നത് UMR 2040 CT എന്നാണ്. അതായത് 20 ആംപിയർ 400 വോൾട്ടിൻ്റെ ഡയോഡാണ് ഇതിനകത്ത്, സ്കൂട്ടി ഡയോഡാണ് ഇതിനകത്ത് കിടന്നത്. പക്ഷേ ഇത് മാറ്റി, ആ ഡയോഡ് പോയതിന് ശേഷം മാറ്റി ഇട്ട ആൾ ഇത് ഇട്ടിരിക്കണമെന്ന് പറയുന്നത് ഇത് MBR 2045 CT. MBR 2045 CT എന്ന് പറയുന്നത് 20 ആംപിയർ 45 വോൾട്ട് മാത്രമേ ഇതിന് കപ്പാസിറ്റി ഉള്ളൂ. ഇത് നമ്മുടെ ചെറിയ പവർ സപ്ലൈക്കൊക്കെ ആംപിയർ 10 ആംപിയറിൻ്റെ ചെറിയ 5 വോൾട്ടിൻ്റെ പവർ സപ്ലൈക്കൊക്കെ വെക്കാൻ പറ്റുന്ന. അതുമല്ല, ഇത് SMPSൽ കണക്ഷൻ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമൽ റെക്ടിഫയർ ഡയോഡാണ്. ഇതിൽ വരുന്നത് അൾട്രാ ഫാസ്റ്റ് റെക്ടിഫയർ ഡയോഡ് മാത്രമേ നമുക്ക് ഇതുപോലുള്ള പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിൽ കൊടുക്കാൻ പറ്റുള്ളൂ. നോർമൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിന് സ്വിച്ചിങ് നടന്നിട്ട് ഇത് അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇട്ടുടനെ തന്നെ പോയി ഷോർട്ടിങ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കണമെന്ന് പറയുന്നത് SF20A 300 HPI എന്ന് പറയുന്ന ഡയോഡാണ്. അത് അൾട്രാ ഫാസ്റ്റ് 20 ആംപിയർ 300 വോൾട്ടിൻ്റെ ഡയോഡാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് ഇട്ടതിന് ശേഷമാണ് എനിക്കിതിൻ്റെ ഔട്ട്പുട്ട് വന്നതും. പിന്നെ ഈ ഒരു IC ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ കമ്പറേറ്റർ IC ആണ് 358. കാര്യം ഞാൻ ഈ ഒരു IC ഇട്ടിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ലോഡ് എടുക്കുന്നതിന് മുന്നേ വോൾട്ടേജ് ഡ്രോപ്പായിട്ട് ഇത് വർക്ക് ചെയ്യാത്ത ഒരു കണ്ടീഷനിലിരുന്നു. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കമ്പറേറ്റർ IC ആണ് നമ്മുടെ ലോഡ് എടുക്കുന്ന സമയത്ത് ഈ മെയിൻ കൺട്രോളർ ICക്ക് ഡീറ്റെയിൽ കൊടുക്കുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടുത്തെ ഇൻഡിക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ലോഡിങ്ങിനനുസരിച്ചിട്ട് ഈ IC നമ്മുടെ ഈ പവർ സപ്ലൈ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ഇവിടെ നിന്ന് ഈ ലാസ്റ്റ് പിന്നെ നേരെ ഈ ഒരു റെസിസ്റ്റൻസിൽ വരും. ഇവിടെ നിന്ന് നേരെ വരുന്നത് ഇവിടുത്തെ ഈ ഒപ്റ്റോ കപ്ലറിലാണ്. ഈ ഒപ്റ്റോ കപ്ലറിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ആംബിയർ കൺട്രോൾ ചെയ്യുന്നത്, കറണ്ട് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഈ ഔട്ട്പുട്ടിൽ ആംബിയർ കൺട്രോൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആംബിയർ കറണ്ട് കൺട്രോൾ ചെയ്യത്തുള്ളൂ. കറണ്ട് കൺട്രോൾ ചെയ്താൽ മാത്രമേ ബാറ്ററി പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യൂ. ഇതിപ്പോൾ നമുക്ക് 71.4 വോൾട്ട് 5 ആംബിയറാണ്. അപ്പോൾ ഈ ആംബിയർ കൺട്രോൾ ഇതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് 5 ആംബിയറാണ്. അപ്പോൾ ഈ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയതിന് ശേഷം വർക്ക് ചെയ്തില്ല. അങ്ങനെ തന്നെ ഈ ഒരു IC കൂടെ റീപ്ലേസ് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് എനിക്കിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ലോഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് 1.4 ആംബിയർ തന്നെ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. പക്ഷേ ഞാൻ ബാറ്ററിയിലല്ല ചെക്ക് ചെയ്യുന്നത്, എനിക്ക് ബാറ്ററി ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ലോഡ് ടെസ്റ്ററിൽ ഞാനൊരു ചെറിയ ലോഡ് ടെസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലോഡ് ടെസ്റ്ററിലാണ് ഞാൻ ചെക്ക് ചെയ്തത്. എനിക്കിപ്പോൾ ആ ഒരു ആംബിയറിൽ അത് എടുക്കുന്നുള്ളൂ. ഇനി ഇതിൽ ഞാൻ ഇവിടെ ഈ ഒരു ഔട്ട്പുട്ടിൽ ഇവിടെ വരുന്ന ഒരു ഫ്യൂസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ കാറിലൊക്കെ വിൽക്കുന്ന ടൈപ്പ് ഫ്യൂസാണ്. പക്ഷേ അത് ഇതിനകത്ത് ഇല്ലായിരുന്നു. ഞാൻ അതിന് പകരം നമ്മൾ 5 ആംബിയറിൻ്റെ ഫ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഇൻപുട്ട് ഫ്യൂസും ബ്ലോ അപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് ഇതൊരു മോസ്ഫെറ്റ് ആണ്. ഇത് 105 ആംബിയർ 100 വോൾട്ട് ഇതിൻ്റെ ഒരു മോസ്ഫെറ്റാണ് ഈ ഇരിക്കുന്നത്. ഈ നെഗറ്റീവ് പൊളാരിറ്റിയിലായിരിക്കും ഈ ഒരു മോസ്ഫെറ്റ് കണക്റ്റഡ് ആയിട്ടുണ്ടാവുക. അതായത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർജ് ചെയ്യുന്ന സമയത്ത് എത്ര വോൾട്ടാണോ ആ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത് അനുസരിച്ച് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ലോഡ് സെൻസിങ് കാര്യങ്ങളും അതാണ് നമ്മുടെ ഇവിടെ വരുന്നത്. നമ്മുടെ ലോഡ് സെൻസ് ചെയ്താൽ മാത്രമേ നമുക്കിടെ ഔട്ട്പുട്ട് ഓൺ ആവത്തുള്ളൂ.
ലോഡ് സെൻസ് ഇല്ലെങ്കിൽ നമ്മൾ മെയിൻ ഓണായി കിടക്കും, പക്ഷേ ഔട്ട്പുട്ടിൽ ചാർജിങ് ഓൺ ആകത്തില്ല. അപ്പോൾ ലോഡ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ട്. പിന്നെ ഇതിൽ പറയാത്തൊക്കെ വേറെ വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഈ ഒരു ഫുള്ള് ബോർഡ് നല്ല വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാനിപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വർക്കിങ്ങും ടെസ്റ്റിങ്ങും ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 2 രീതിയിലാണ് ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ഒന്ന്, ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറയുന്നത്, നമ്മുടെ ഇതിൻ്റെ SMPSൻ്റെ ഔട്ട്പുട്ട് റെക്ടിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്നത്, അതായത് ബാറ്ററിക്ക് പോകുന്ന ഔട്ട്പുട്ടല്ല, റെക്ടിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്ന ഔട്ട്പുട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള 71.4 വോൾട്ടും 5 ആംപിയറും, ഈ 2 കാര്യങ്ങൾ, ഈ 5 ആംപിയറും 71.4 വോൾട്ടും കറക്റ്റ് ഈ ഒരു SMPS കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ചെക്കിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വോൾട്ട് ആൻഡ് ആംപിയർ മീറ്റർ വെച്ചിട്ടുണ്ട്. അതിൽ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാന് കൊടുത്തിട്ടുണ്ട്. ഫാന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 1 ആംപിയറിന് കൂടുതൽ ലോഡ് വരണം. ലോഡ് ഇതിൽ സെൻസ് ആയാൽ മാത്രമേ ഈ ഒരു ഫാന് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനിനി പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഔട്ട്പുട്ട് 71.34 ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പവർ സപ്ലൈയിൽ ഇതിൻ്റെ വോൾട്ടേജും കൺട്രോൾ ആവും, ഇതിൻ്റെ കറണ്ടും കൺട്രോൾ ആവും. അത് ഞാൻ നേരത്തെയും കൂടെ പറഞ്ഞതാണ്. ഈ കറണ്ട് കൺട്രോൾ ആവുന്നത് കൊണ്ടിട്ട് നമ്മളിപ്പോൾ ഇതിനെ ലോഡ് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 2000 വാട്ട്സിൻ്റെ ഹീറ്റിംഗ് കോയിലാണ് ഇതിൻ്റെ ലോഡ് കൊടുക്കുന്നത്. ഇതിൻ്റെ ലോഡ് കൊടുക്കുന്ന സമയത്ത് 2000 വാട്ട്സ് ഹീറ്റിംഗ് കോയിലിൻ്റെ ലോഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 14 വോൾട്ടിലോട്ട് ഡ്രോപ്പിംഗ് ആയിട്ട് 0.5 മില്ലി ഇപ്പോൾ ആംപിയറിൽ വ്യത്യാസം വന്നു. ഇപ്പോൾ ഫാനും സ്പിന്നായി തുടങ്ങി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചാർജിങ്ങിൻ്റെ ചെറിയൊരു കപ്പാസിറ്റി എടുത്തുള്ളൂ. ഇതല്ല വേണ്ടത്. നമുക്ക് ഇത് ഫുള്ള് 5 ആംപിയറും കൺസ്യൂം ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഇത് നമുക്ക് നോക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോയിലിൻ്റെ ലോഡിങ് കപ്പാസിറ്റി കൂട്ടി കൊടുക്കുകയാണ്. ലോഡിങ് കപ്പാസിറ്റിയിൽ ഇത് 5 ആംപിയർ വരെ. ഇപ്പോൾ ഈ കിടന്ന ഇങ്ങനെ ഈ ഒരു സൗണ്ടോട് കൂടിയിട്ട് ഈ ഒരു വോൾട്ടേജിൽ നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MCU ഇതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടിട്ടാണ്. നമുക്കിപ്പോൾ ഇതൊരു 3 ആംപിയർ വരെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ MCU കൺട്രോൾ ചെയ്യുന്ന ആ കറണ്ട് അത് നമുക്ക് ബൈപ്പാസ് ചെയ്തിട്ട് ആ കറക്റ്റ് 5 ആംപിയർ ഇത് എടുക്കുന്നുണ്ടോ, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു ബൈപ്പാസ് ചെയ്താൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഇരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ആ റെസിസ്റ്റൻസ് അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത്, അതാണ് കറണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒപ്റ്റോയ്ക്ക് പോകുന്ന ആ ഒരു റെസിസ്റ്റൻസാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് പവർ ഓൺ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ 7 പോയിൻ്റ് വന്നിട്ടുണ്ട്. 71.4. ഇപ്പോൾ ഇതിൽ 3 ആംപിയർ എടുക്കുന്നുണ്ട്. 4 ആംപിയർ, 4.4 ആംപിയർ, 4. ഇപ്പോൾ നമുക്കിവിടെ 5 ആംപിയർ കൂടുതൽ, ആ വോൾട്ടേജ് വലിയ ഡ്രോപ്പിംഗ് ഇല്ലാതെ 5 ആംപിയർ കൂടുതൽ നമുക്കിപ്പോൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പവർ സപ്ലൈയിൽ ആ ആംപിയർ കൺട്രോൾ ആയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ നമ്മുടെ ഫാൻ മോട്ടറും ഇത് കറക്റ്റായിട്ട് ആ ഒരു ആംപിയറിനനുസരിച്ചിട്ട് വർക്കിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു MCUയുടെ കൺട്രോളിങ് രീതി അനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 23, 20, 30, 35 ആ ഒരു വോൾട്ടേജ് റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. നമ്മൾ എത്ര വോൾട്ടേജിൻ്റെ ബാറ്ററിയാണോ കണക്ഷൻ കൊടുക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു വോൾട്ടേജും ആംപിയറും കൺട്രോൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇത് ആ ബാറ്ററീനെ ചാർജ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിനകത്ത് വന്നിരുന്ന കംപ്ലൈൻറ്റ് ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ ഡയോഡ്
ഈ ഒരു ഓപ്പാമ്പ് ഐസിയും കംപ്ലൈൻ്റ് ആയിരുന്നു. അത് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫുള്ള് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതിൻ്റെ കസ്റ്റമറിന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.